ഞാൻ പോവാ. എവിടുന്നാണോ തേങ്ങ ഒക്കെ ആയിട്ട് വരുന്നേ? ഒന്നും പറയണ്ട വാവാ. അതെ താത്താടെ പോയതാണ്. എന്നോട് പറയാ രാവിലെ പോയിക്കണം ഞാന്. എന്താണ് ഇമ്മല്ലേ നാളെ സുബൈതാത്താന്റെ ആയിക്കോടെ പോകുമ്പോ പറഞ്ഞു സുബൈതാത്താണ്ട് ചോദിച്ചത്രേ തേങ്ങ ഇടുമ്പോ 2 തേങ്ങ തരണട്ടാന്ന്. അതാണ് ഇത് കേക്ക്. അപ്പൊ സുബൈതാത്ത അറിഞ്ഞത്രേ തേങ്ങ ഇടട്ടാ വിവത്താത്ത ഇടുമ്പോ തരാ. അപ്പൊ നിങ്ങള് കുഞ്ഞാപ്പൂനെ പറഞ്ഞാച്ചാ മതി അപ്പൊ തരാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ മാസം അങ്ങനെയുണ്ട്. ഇന്നിപ്പൊ പ്രകാശനുണ്ട് രാവിലെ വരണേ. വിവത്താത്ത കുഞ്ഞാപ്പൂ അവിടെ ഇല്ലേ ചോദിച്ചിട്ട് എന്തിയെ ചോദിച്ചു. അപ്പൊ പറഞ്ഞത്ര സുബൈതാത്ത അറിഞ്ഞത്ര പ്രകാശന് ഈ കഞ്ഞീന്റെ വെള്ളം എടുക്കാൻ പോക്കണ്ടല്ലോ, വെള്ളം കജ്ജിക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ചെല്ലാൻ പറഞ്ഞത്ര അവിടെ തേങ്ങ ഇട്ടിട്ടുണ്ട്. കുഞ്ഞാപ്പൂനോട് വരാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ വിവത്താത്താണ്ട് വരാൻ പറഞ്ഞാൽ 2 തേങ്ങ കൊണ്ടാവാലോ. ഒരു ചോദിച്ചാണ് നാളെ ഞാൻ മറക്കും ചെയ്തിക്കണ് പറഞ്ഞപ്പോൾ അത്ര തേങ്ങ ഇട്ടത്. അപ്പൊ ഇമ്മ പറഞ്ഞു കുഞ്ഞാപ്പോ ഉമ്മാക്കാണെങ്കിൽ നബിസാത്താർക്ക് പണിക്ക് പോകാൻ കൊറേ അയക്കണം. അപ്പൊ ഇജ്ജ് പോയിട്ട് തേങ്ങ പൊടിച്ചോണ്ടിരാ സുബൈത തരൂന്ന് പറഞ്ഞു. അങ്ങനെ മോനെ ഞാൻ രാവിലെ പോയി തേങ്ങ എടുക്കാൻ വേണ്ടി നക്കം മണ്ടോ തേങ്ങ തെങ്ങുമെന്ന് ആൾക്കാരെ തേങ്ങ ഇടുന്നുള്ളൂ. അപ്പൊ നബീസ സുബൈതാത്ത എന്നോട് പറഞ്ഞു കുഞ്ഞാപ്പൂ വന്നത് എന്തായാലും വന്നില്ല, തേങ്ങ കണ്ട് പൊറുക്കി കൂട്ടി കൂട്. അങ്ങനെ മോനെ തേങ്ങ ഒക്കെ പൊറുക്കി കൂട്ടി. അതാണ് ക്ഷീണല്ലേ മോത്ത് പറഞ്ഞ് കേക്കാണ്ട് തേങ്ങ പൊറുക്കി കൂട്ടി മടലൊക്കെ കൂട്ടി. എന്നിട്ട് പറഞ്ഞു ഉമ്മ എന്താടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉമ്മ അങ്ങനെ പണിക്ക് പോയിക്കണ. അപ്പൊ ഒരു പറയാ അമ്മ പോയത് നന്നായി എന്തായാലും. ഒക്കെ മനസ്സിലായി. ഉമ്മ പണിക്ക് പോയത് എന്തായാലും നന്നായി, ഉമ്മ വരാത്തത് നന്നായി, ഇജ്ജ് വന്നത് നന്നായി. തേങ്ങ പൊറുക്കി കൂട്ടി കൂടി താത്താന്റെ കുട്ടികളുടെ തേങ്ങ പൊറുക്കി കൂട്ടി കൂടുക. അങ്ങനെ മോനെ തേങ്ങ പൊറുക്കി കൂട്ടി കൊറേ തേങ്ങ പൊറുക്കി കൂട്ടാണ്ടായിരുന്നു. അത് എന്നിട്ട് ഒരു തേങ്ങ പൊറുക്കി കൂട്ടിയാ പറഞ്ഞേ കുഞ്ഞാപ്പോ ആ മടലും ഓലൊക്കെ ഒന്ന് വലിച്ചു കൂട്ടിക്കൂട്. അതൊക്കെ വലിച്ചു കൂട്ടി ഞാനാണെങ്കിൽ ഇവിടെ ഒന്നും തിന്നിട്ടില്ല, പൈച്ചിട്ട് നിൽക്കാന്ന്. കുഞ്ഞാപ്പോ ചായ കുടിക്കട്ടാന്ന് പറഞ്ഞു. അപ്പൊ സന്തോഷമായി, എന്തായാലും പൈച്ചിട്ട് നിൽക്കല്ലേ ചായ കുടിക്കാമല്ലോ. അങ്ങനെ ഞാൻ കജ്ജും കാലൊക്കെ കഴുകി ചെന്നപ്പോ ഒരു കട്ടച്ചായയും മിച്ചറും കൊന്നു. കട്ടൻ ചായയും മിച്ചറും കൊന്ന. കുഞ്ഞാപ്പോ ഇത് കുടിച്ചോ, കടിയൊക്കെ കഴിഞ്ഞു ഇജ്ജോ പെരേന്ന് തിന്നുണ്ടാവൂലേ. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും മുട്ടിയില്ല, കട്ടൻ ചായയും മിച്ചറൊക്കെ തിന്ന് ഞാൻ പോകുന്നു. ഇതൊക്കെ കഴിഞ്ഞ് മോനെ ഉച്ചാവാനായില്ലേ. ചോറ് ഇപ്പൊ എനിക്ക് പെരേ പോയി തിന്നല്ലോ കുഞ്ഞാപ്പോ. ഇവിടെ അങ്ങ് മീനൊന്നും കിട്ടില്ല, എനിക്ക് മീനൊക്കെ അല്ലേ ഇഷ്ടം. താത്ത വറുത്തലുണ്ട്, ഇവിടെ പച്ചക്കറിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന് പച്ചക്കറി തന്നാളി പറഞ്ഞു. അപ്പൊ എന്നോട് നല്ല കുഞ്ഞാപ്പോ ഇന്നലെ കുറച്ചും കൂടി കഴിയും ചോറാവാൻ കൂടി ഇട്ടോ ചിട്ട അങ്ങ് പഴിച്ചിട്ട് നിൽക്കാൻ മതി. ഞാനോട് പറയാം. ഞാൻ പറഞ്ഞു വേണ്ട പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു എൻ്റെ അമ്മ തേങ്ങ ചോദിച്ചു നാള് ഇജ്ജ് ഇന്നത്തെ 2 കൊണ്ടുപോയിക്കോ പറഞ്ഞു. അങ്ങനെ മോനെ 2 തേങ്ങയും കിട്ടി. ഈ രാവിലെ പോയിട്ട് 2 തേങ്ങ പോയിട്ട് അമ്മ ചോദിച്ചാ അത്ര അമ്മ വല്ലാത്തൊരു ചോദ്യം ചോദിച്ചായിട്ടാ. 50 തേങ്ങന്റെ പണി എടുത്ത് കൊടുത്ത് 2 തേങ്ങ തന്നല്ലേ. 50 തേങ്ങ 2 തേങ്ങ തന്നിട്ടുള്ളൂ. പൈസ തന്നില്ലേ? അതല്ലേ പറഞ്ഞു തരുന്നത്. എന്നിട്ട് ഒരാൾ ചോദിക്കും മരിയോളവിടെ വന്നിട്ടുണ്ടല്ലോ ഇപ്പൊ ചോദിക്കണ്ട് എടി എന്റെ ചില്ലാറ് 10-20 ഉറുപ്പിക എടുക്കാണ്ടാവുന്നു. അപ്പൊ ആ പെണ്ണടുത്ത് ഇമ്മ ഇല്ല എന്റെ 100ന്റെ ഓട്ടാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു 100 കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു. ഒരു പറഞ്ഞു കുഞ്ഞാപ്പോ ചില്ലാറൊന്നും ഇല്ലടാ താത്ത ഞാനക്ക് ചായ കുടിക്കാനേ പിന്നെ തരണ്ട് കായി പറഞ്ഞു. തന്നിട്ടില്ലടോ. എന്നിട്ട് പറഞ്ഞു എനിക്ക് ഇമ്മാനോട് ഞാൻ ഒന്നും പറയണ്ട, പണി എനിക്ക് പൈസ ഞാനക്ക് തരണെങ്കിൽ ചിമ്മാനോട് ഇവിടെ പണിയെടുത്തൊന്നും പറയണ്ട. ഇന്ന് എനിക്ക് ഞാൻ പൈസ തരണ്ട്, 10-20 ഉറുപ്പിക തരണ്ട്, അടുത്ത മാസം തരണ്ട് പോലും. അടുത്ത തേങ്ങ ഇടുമ്പോഴേക്ക് പോലും ഇപ്പൊ 2 തേങ്ങയും കൊണ്ടുപോവാ പൈസയും കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇനി എന്നോട് പറയാൻ ഞാൻ മാട് പറയില്ല. മാട് പറഞ്ഞ എനിക്ക് കായിട്ടില്ല. ലൈസൊക്കെ മേടിച്ച് ചോദിക്കൂല എന്ത് ഇത്ര നേരം വൈകി നോക്കൂലേ. മാട് പറയാം അവിടെ വർത്താനം പറഞ്ഞില്ല. ഉമ്മക്ക് അറിയാം നേരം വൈകാതെ ഞാൻ വർത്താനം പറഞ്ഞിരിക്കുന്നുള്ളത്. ഇമ്മ ചോദിക്കും എന്നെ കണ്ടുണ്ടാവും അറിയും ഇങ്ങോട്ട്. അപ്പഴും കുറ്റം എന്റെ മെത്തക്കാവും. എന്റെ മെത്ത തന്നെ കുറ്റാവും. എന്നാ എന്നെ കാണായിട്ട് എന്താ പൂച്ചക്കുട്ടിയൊക്കെ ഒപ്പം വന്നാ എന്റെ പൂച്ചന്റെ കാര്യം നാളെ സൂചി അടിച്ചതാണ്. ഏടി കെടുന്നിങ്ങനെ മുറിലാണ് അവള്. എന്നാ ഞാൻ പോട്ടടാ. അപ്പളേ ഞാൻ പോയിട്ട് ഇത് തിന്നിട്ട് എടുക്കട്ടെ. തീരെ വെച്ചാ ഊരൊക്കെ ക്ഷീണുണ്ട് മോത്ത്. ആടാ ഭയങ്കര ഊരം എനിക്കിന്. ആ തേങ്ങ ഇങ്ങനെ എടുത്തിട്ട് തന്നെ അത് കഴിഞ്ഞ് ഓരോ ഓലൊക്കെ എടുപ്പിച്ചില്ലേ അല്ലേ. മാട് പറയണ്ട, ഞാൻ മാട് പറയില്ല. മാട് പറഞ്ഞു കായില്ല പറയൂല. ഞാൻ അത് മാട് പറയണ്ട അല്ലെങ്കിൽ കായിട്ടില്ലല്ലോ. പറഞ്ഞ കായിട്ടൂല, പറഞ്ഞ കായിട്ടൂല. ഇങ്ങനെ സഹിക്കന്നല്ലേ 1 മാസം വരെ കാക്കണ്ട കിട്ടണെങ്കില്. അതിപ്പോ തരാ നാളെ മറ്റന്നാ ചെല്ലാൻ പറഞ്ഞിട്ടില്ലേ. അപ്പൊ പിന്നെ കാര്യം ചെയ്തോ നേരം വൈകിന്ന് ചോദിച്ചാ പറഞ്ഞാളെ കാര്യങ്ങള് പറഞ്ഞാളെ.
എന്റെ അമ്മ അവിടുന്ന് വച്ചും പേളൊക്കെ വെക്കുന്നുണ്ട്, പോയി നോക്ക്. ഞാൻ പോട്ടെ, തേങ്ങ ഇട്ട് പോട്ടെ. ആ